യാത്രാക്കൂലിയെ സംബന്ധിച്ച് തർക്കിച്ച് അവസാനം ഒന്നും വാങ്ങാതെ കാർ ഓടിച്ചു പോയ ആ ഡ്രൈവറെ ഓർത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു. ബ്രിട്ടനിൽ എവിടെയോ താമസിക്കുന്ന അദ്ദേഹം എൻ്റെ പശ്ചാത്താപം അറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും മറ്റുള്ളവരുടെ നേരെ മോശമായി പെരുമാറിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതായത്, പടച്ചവനെ, ഞാൻ ആരെ അപമാനിച്ചാലും അയാൾക്ക് വിശുദ്ധി പ്രദാനം ചെയ്യണമേ എന്ന്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നിറഞ്ഞ സദസ്സിന് മുമ്പിൽ മിമ്പറിൽ നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പിതാവിനോട് മാപ്പപേക്ഷിച്ച സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കണമേ. തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളായിരുന്നു. തങ്ങളുടെ ചെയ്തിയിൽ മാപ്പ് ചോദിക്കുക എന്നത് ആഗോള മര്യാദയാണ്. നുണ പറഞ്ഞതിന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ രാജ്യത്തോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ചു. ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി കെവിൻ റോഡ് അബോറിജിനുകൾക്കെതിരായ അക്രമങ്ങളുടെ പേരിൽ കുറ്റസമ്മതം നടത്തി രാജ്യനിവാസികളോട് മാപ്പ് ചോദിച്ചു. As Prime Minister of Australia, I am sorry. ഇവിടെ ഈ റോഡിൽ നിൽക്കുമ്പോഴും അതിനെ തുടർന്നുണ്ടായ അസൗകര്യങ്ങളുടെ പേരിൽ മാപ്പ് ചോദിക്കുന്നു. മനോഹരമായ കാര്യമാണ് ക്ഷമ ചോദിക്കുക എന്നത്, കുറ്റം സമ്മതിക്കുക എന്നത്. അതേസമയം പശ്ചാത്തപിക്കുകയും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയും ചെയ്യുക എന്നത് മനസ്സിന് അങ്ങേയറ്റം വിഷമകരമാണ്. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചതുകൊണ്ട് പദവിക്ക് യാതൊരു കുറവും വരില്ലെന്നാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ നടത്തുന്നതാണ് ഏറ്റവും നല്ല ഖേദപ്രകടനം. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ നടത്തുന്നതാണ് ഏറ്റവും നല്ല ക്ഷമാപണം. നിങ്ങളുടെ കുഞ്ഞനിയനോട്, ഭാര്യയോട്, മുതലാളിയോട്, രാഷ്ട്രത്തോട്, എന്തിന് സ്വന്തത്തോട് തന്നെ സധൈര്യം മാപ്പ് ചോദിക്കുക. ഫുട്ബോൾ ടീമിലെ ഒരു കളിക്കാരൻ തന്റെ മോശം പ്രകടനത്തിന് ടീമിനോട് മാപ്പ് ചോദിക്കുന്നു. ക്ലബ്ബ് അതിന്റെ ആരാധകരോട് സോറി പറയുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ചിലർക്ക് മാപ്പ് ചോദിക്കാനും ഖേദം പ്രകടിപ്പിക്കാനും തികഞ്ഞ മടിയാണ്. നോക്കൂ, അധികാരത്തിലിരുന്നു കൊണ്ട് ഗസയിലും മ്യാൻമറിലും കാട്ടിക്കൂട്ടുന്ന കിരാത നടപടികൾക്ക് മാപ്പ് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഒട്ടും തയ്യാറല്ല. തങ്ങളുടെ അധമ പ്രവർത്തനങ്ങളെ ആരും ചോദ്യം ചെയ്യേണ്ട എന്നാണ് അവർ പറയുന്നത്. പടച്ചവനെ, എപ്പോഴെങ്കിലും ഞാൻ നിന്റെ അനുസരണത്തിൽ നിന്നും കീഴ്വണക്കത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരയണമേ. സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ദൃഷ്ടിയെ മറന്ന് ഞാൻ അശ്രദ്ധ കാട്ടിയതിനും നീ മാപ്പ് നൽകണേ. എൻ്റെ ഉപ്പ, എന്നോട് ക്ഷമിക്കണേ. എന്നെ തനിച്ചാക്കിയാണല്ലോ താങ്കൾ പൊടുന്നനെ യാത്രയായത്. താങ്കൾക്ക് ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്നെക്കുറിച്ച് താങ്കൾ വെച്ചു പുലർത്തിയ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ പരിശ്രമിക്കാതെ ഞാൻ പരാജയപ്പെട്ടതിൽ ക്ഷമയോദിക്കുന്നു. എല്ലാ ദിവസവും എന്റെ വരവും കാത്ത് ഉറക്കമുളച്ച് വാതിൽപ്പടിയിൽ കാത്തു നിൽക്കാറുണ്ടായിരുന്നു എൻ്റെ ഉമ്മ. വളരെ വൈകി വീട്ടിൽ കയറി വന്നതിന് ഞാൻ ക്ഷമയോദിക്കുന്നു. എൻ്റെ കുഞ്ഞനിയ, നിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. നിന്റെ കൂടെ സമയം ചെലവഴിക്കാതിരുന്നത് നീ എന്നോട് പൊറുക്കണേ. രാത്രികളിൽ എന്നോട് സ്വകാര്യ ഭാഷണങ്ങളിൽ മുഴുകാൻ താല്പര്യം കാട്ടിയിരുന്ന അവളെ നിരാശപ്പെടുത്തി ഞാൻ ഉറങ്ങിക്കളഞ്ഞതിന് എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഭാര്യയോടും ക്ഷമയോദിക്കുന്നു. കാറോടിച്ചു പോകുമ്പോൾ മറ്റുള്ളവർക്ക് കടന്നു പോകാൻ വഴിയൊരുക്കാതെ തടസ്സം സൃഷ്ടിച്ച എൻ്റെ പ്രവൃത്തിയിൽ വിഷമം അനുഭവിച്ച എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ജനങ്ങൾക്ക് ശരിയായ പാത കാട്ടിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളെ ചെവിക്കൊള്ളാതെ അവഗണിച്ചതിന് പള്ളി ഇമാമിനോട് ഞാൻ ക്ഷമയോദിക്കുന്നു. എന്നെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച ടീച്ചർക്ക് ഇന്നുവരെ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചിട്ടില്ല. ടീച്ചറെ, നിങ്ങളോടും ഞാൻ ക്ഷമയോദിക്കുന്നു. എന്നെ കണ്ടപ്പോൾ വളരെ താല്പര്യത്തോടെ അഭിവാദ്യം ചെയ്ത പരിചയക്കാരോട് പലപ്പോഴും തണുപ്പൻ മട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ. അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തട്ടിക്കയറി സംസാരിച്ചതിന് പോലീസുകാരാ, എനിക്ക് മാപ്പ് തരണം. അവശ്യഘട്ടത്തിൽ സഹായിക്കാതെ അവഗണിച്ചതിൽ കൂട്ടുകാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഗൗരവം മനസ്സിലാക്കാതെ ഉരുവിട്ട വാക്കുകളുടെ പേരിൽ ഞാൻ ക്ഷമയോദിക്കുന്നു. ലക്ഷ്യബോധമില്ലാതെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. മാപ്പ് ചോദിക്കാൻ വൈകിയതിലും ക്ഷമ ചോദിക്കുന്നു. കാരണം തെറ്റുകുറ്റങ്ങളിൽ നേരത്തെ പശ്ചാത്തപിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. മനസ്സിൽ കുറ്റബോധവുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? 3 മാനദണ്ഡങ്ങൾ പുലർത്താതെ, അതായത് ശരിയായ പശ്ചാത്താപം, തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കൽ, തെറ്റിന്റെ ഉത്തരവാദിത്തമേൽക്കൽ, ഇവയൊന്നുമില്ലാതെ പേരിന് നടത്തിയ ഖേദപ്രകടനങ്ങളെ ചൊല്ലിയും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പടച്ചവനെ, മനസ്സാന്നിധ്യമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് നീയെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ച് ഞാൻ നടത്തിയ പ്രാർത്ഥനകളെ തൊട്ടും നിന്നോട് മാപ്പ് ചോദിക്കുന്നു. പടച്ചവനെ, നീ എനിക്ക് നൽകിയ ഭക്ഷണം, ആരോഗ്യം, മാതാപിതാക്കൾ, കുടുംബം തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാതെ
തന്നിഷ്ടം നടന്നതിന് നീ എന്നോട് ക്ഷമിക്കണമേ. യാതൊരു നേട്ടവുമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് സമയം പാഴാക്കിയതിന് പടച്ചവനെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് പൈസ ദൂർത്തടിച്ചതിന്, മറ്റുള്ളവരെ വേദനിപ്പിക്കും വിധം സംസാരിച്ചതിന് പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ. എന്തെന്നാൽ നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ഒരു നല്ല വ്യക്തിയാകാൻ പടച്ചവനെ നീ എന്നെ സഹായിക്കണേ. ഒരിക്കൽ കൂടി എൻ്റെ ആ സുഹൃത്തായ ടാക്സി ഡ്രൈവറോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم